ശ്രീജിത്ത് പണിക്കർ സിനിമയിൽ നായകനായി അത്ഭുതങ്ങളൊക്കെ കാണിക്കാം, വിസ്മയങ്ങൾ സൃഷ്ടിക്കാം. പക്ഷേ രാഷ്ട്രീയത്തിൽ അത് നടക്കില്ല. ഇപ്പോൾ TG പറഞ്ഞതുപോലെയാണ് അവസ്ഥയെങ്കിൽ വിജയ് മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ പൊളിറ്റിക്സ് ഈസ് ഡിഫറൻറ്റ്. അത് സിനിമയല്ല, സിനിമാറ്റിക് അല്ല, ഒട്ടും അല്ല. അപ്പോൾ അതിൽ ഒരു തരത്തിലുള്ള അടിത്തറയും വിജയ്ക്ക് ഇല്ല. എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ശ്രീജിത്ത് പണിക്കർ? ശ്രീ അനിൽ, ഒരു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ എന്ത് മാറ്റങ്ങളാണ് ഒരാൾക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നതുമായി ബന്ധപ്പെട്ട് സിനിമകൾ പല ഭാഷകളിലും തമിഴിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം വളരെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ത്രില്ലറുകളായിട്ട് മാറിയിട്ടുണ്ട്, പൊളിറ്റിക്കൽ ത്രില്ലറുകളായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗകര്യം എന്ന് പറയുന്നത് അതിൽ കട്ട്സ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ടേക്ക് ശരിയായില്ലെങ്കിൽ കട്ട് ചെയ്തതിനു ശേഷം വീണ്ടും എടുക്കാം. പെർഫെക്റ്റ് പ്രോഡക്റ്റിനെ അത് നിങ്ങൾക്ക് പാക്കേജ് ചെയ്തിട്ട് സിനിമയായിട്ട് അവതരിപ്പിക്കാം എന്നൊരു ഗുണമുണ്ട്. പക്ഷേ ഗ്രൗണ്ടിലുള്ള പൊളിറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ കട്ടുകളില്ല, അവിടെ റീടേക്കുകളില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം റൈറ്റ് ആയിരിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പുതിയ പാർട്ടിയാണല്ലോ, അല്ലെങ്കിൽ അവർക്ക് പരിചയമില്ലല്ലോ തുടങ്ങിയ എക്സ്ക്യൂസുകളൊന്നും തന്നെ ജനം കൊടുക്കില്ല. ജനമത് കൊടുത്താൽ തന്നെയും പ്രതിപക്ഷ പാർട്ടികൾ അത് അംഗീകരിക്കുകയുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ TVK അവിടെ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഗവൺമെന്റ് ഫോം ചെയ്യുക എന്നുള്ള ഒരു സ്ട്രഗിൾ ഉണ്ട്. രണ്ടാമത്, വളരെ നേസന്റ്, വളരെ പുതിയ സ്റ്റേജിൽ, അതായത് ഒരു ഇൻഫൻസി അല്ലെങ്കിൽ ബേബി സ്റ്റെപ്പ് എടുക്കുന്ന ഒരു പ്രായത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഇൻഎക്സ്പീരിയൻസ് ആണ്. അത് രണ്ട് ലെവലിലാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, അവർക്ക് ഭരണ പരിചയമില്ല. രണ്ടാമത്, അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സംഘടന പരിചയമില്ല. അതുകൊണ്ട് തന്നെ ഇത്ര സീറ്റ് കിട്ടിയിരിക്കുന്നു, ഇത്ര MLA മാരുണ്ട്, ഈ ആൾക്കാരിൽ നിന്ന് ആരൊക്കെയാണ് മന്ത്രിമാരാകേണ്ടത്, എന്തൊക്കെ തരത്തിലുള്ള ഭരണ പരിചയമുള്ള ആൾക്കാരെ നമുക്ക് അതിൽ നിന്ന് കിട്ടും, ഏതൊക്കെ തരത്തിലുള്ള വകുപ്പുകളാണ് അവർക്ക് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നാമത്തെ ചാലഞ്ച്. രണ്ട്, താഴെ തട്ടിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് വിശ്വാസം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് പാർട്ടിയുടെ പദ്ധതികളെ, നയങ്ങളെയൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ബാക്ക്ലാഷ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി, പാർട്ടിയുടെ ഐഡിയോളജി ഫർദർ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ സംഘടനാ സംവിധാനത്തിനെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട്. സീസൺഡ് ആയിട്ടുള്ള നാഷണൽ പാർട്ടികൾ പോലും പലപ്പോഴും പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു നയം കൊണ്ടുവരുന്നു, എന്നിട്ട് ആ നയത്തിനെ ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്, അതിനൊരു തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് പ്രതിരോധിക്കുന്നതിനൊക്കെ തന്നെ സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് പോലും പ്രശ്നമുണ്ടാകുന്ന സമയത്താണ് പുതുതായിട്ടുള്ള ഒരു പാർട്ടി ഈ ചാലഞ്ചുകളൊക്കെ തന്നെ നേരിടുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള എക്സ്ക്യൂസും ജനങ്ങളുടെ ഭാഗത്തു നിന്നോ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നോ ഉണ്ടാകുന്നില്ല. അവിടെയും ഉണ്ടായത് കേരളത്തിലുള്ളതുപോലെയുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ആന്റി ഇൻകംബൻസി വേവ് ഉണ്ടാവുകയും അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിലത്തേക്ക് ആൾക്കാർക്ക് AEADMK വേണ്ട എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തതുകൊണ്ടാണ് പുതിയൊരു പാർട്ടിയിലേക്ക് പോയത്. ഏറെക്കുറെ 2014 ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു മാറ്റം, ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റ് വരുന്നു. ആ സമയത്ത് ഇവർ ഡൽഹിയുടെ ഭാഗതയെ മാറ്റും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നു. അങ്ങനെ ആൾക്കാർ എൻബ്ലോക്ക് ആയിട്ട് ഷീലാ ദീക്ഷിതിനെ മറിച്ചിടാൻ അരവിന്ദ് കെജ്രിവാളിന് വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ നമ്മൾ കണ്ടു. അതേപോലെയുള്ള ഒരു പാറ്റേൺ എന്ന രീതിയിലത്തേക്കാണ് ആൾക്കാർ വിശ്വാസം TVK കൊടുക്കുന്നത്. പക്ഷെ TVK ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച്, നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വെൽഫെയർ സ്കീമുകൾ കൊണ്ടുവരാം, യുവാക്കൾക്ക് വെൽഫെയർ സ്കീം കൊണ്ടുവരാം എന്നൊക്കെ പറയാമെങ്കിലും അതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയായിരിക്കും എന്നതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള നയരൂപീകരണം ഉണ്ടാകണം. പിന്നെ ഒരു സ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന, അധികാരത്തിൽ വരുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പോളിസി ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനമാണ്. അതായത് TVKയുടെ ആരോഗ്യ നയം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഫോർമുലേഷൻ ഉണ്ടായിട്ടില്ല. TVKയുടെ വികസന പദ്ധതികൾ, വെൽഫെയർ സ്കീംസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരതിന് പണം കണ്ടെത്തുന്നത്, പുതിയതായിട്ടുള്ള ടാക്സ് സ്കീംസ് ഉണ്ടാകുമോ? ഇതൊന്നും മുന്നോട്ട് വെക്കാതെ വിജയിയുടെ പാർട്ടിയെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് വിജയ് എന്ന ആ ഒരു സിനിമാ നടന് കിട്ടിയ അംഗീകാരമല്ലേ? അത് മാത്രമല്ലേ ഒരു പക്ഷേ ആകർഷിച്ചിട്ടുണ്ടാവുക? 100%. നമ്മൾ സ്ക്രീനിൽ കാണുന്ന അദ്ദേഹത്തിന്റെ ഒരു ഹീറോയിസം കണ്ടിട്ട് അതേപോലെയുള്ള ഒരു മാറ്റം വളരെ കൃത്യമായിട്ട് തമിഴ്നാടിന് വേണ്ടി പുൾ ഓഫ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു മാജിക്കൽ പവർ അദ്ദേഹത്തിനുണ്ട് എന്ന ചിന്തയിലാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു. പക്ഷേ വിജയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇടപെടാത്ത, എന്നാൽ സിനിമാ നടനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിച്ച് അതിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ട് താൻ ചെയ്യുന്ന ത്യാഗങ്ങളിൽ ഈ സിനിമാ മേഖല അത് വേണ്ട എന്ന് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിനെ ഒരു ത്യാഗം പോലെയാണ് പൊതുപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിനെ കാണുന്നത്. അപ്പൊ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അങ്ങനെയുള്ള ഒരു ഓറ അദ്ദേഹം സൃഷ്ടിക്കുകയും ആ ഓറ വോട്ടാക്കി മാറ്റുകയും ചെയ്യുന്നു. പക്ഷെ ഭരണം എന്ന് പറയുന്നത് ഈസ് ആൻ എൻറ്റയർലി ഡിഫറെന്റ് ബോൾ ഗെയിം. അപ്പൊ ആ സമയത്ത് ഇവർ എന്താണ് ചെയ്യുക, എന്ത് തരത്തിലുള്ള നയമാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരോഗ്യ നയം എന്താണ്, കാർഷിക നയം എന്താണ്, ധനനയം എന്താണ്,
ഈ കാര്യങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് വലിയ സ്ട്രഗിൾ ഉണ്ടാകും. പക്ഷെ അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള അഡ്വൈസേഴ്സിനെ ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാകും. ഞാൻ കരുതുന്നത് അദ്ദേഹം പോലും ഈ തരത്തിലുള്ള ഒരു ഫലം പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ശക്തമായിട്ടുള്ള ഒരു ഓപ്പോസിഷൻ പാർട്ടിയായിട്ട് ഒരുപക്ഷെ വരാം എന്നായിരിക്കും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക. 100 സീറ്റിന് മുകളിലേക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൽ തന്നെ അത് ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം കുറവാണ് എന്നതിനെ കുറിച്ച് നമ്മളൊക്കെ ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പൊ തമിഴ്നാട് പോലെ വളരെ കൃത്യമായിട്ടുള്ള ദ്രാവിഡ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് അങ്ങനെയുള്ള ഒരു മാറ്റം പുൾ ഓഫ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുന്നത് ഈ ചർച്ചയിൽ സൂചിപ്പിച്ച ഒരു വാക്ക് തന്നെയാണ് ഇതിന് നല്ലത്. സ്പെക്ടാക്കുലർ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു മാറ്റമാണ്. പക്ഷെ അതിനെ ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ഒരു പക്ഷേ ഇവിടെ സംഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു രീതിയിൽ ആ ഡെലിവറി ഫെയിൽ ആവുകയാണ് എങ്കിൽ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് കഴിയുന്നത് ഒരുപക്ഷെ BJP ആയിരിക്കും. കാരണം ആൾക്കാരുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് DMKക്ക് ഒപ്പമല്ല. അതുകൊണ്ടാണ് DMK മൂന്നാമത് പോയത്, രണ്ടാമത് പോലും അല്ല എന്ന് ഓർക്കണം. DMKയുടെ ഭരണവിരുദ്ധ വികാരം അവർക്കെതിരെ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ, ആൾക്കാരെ മൊത്തത്തിൽ വെറുപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തു. അവിടെയുള്ള മുരുകക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, പിന്നെ സനാതന ധർമ്മത്തിനെതിരായിട്ടുള്ള പ്രസ്താവനകളുണ്ട്, വളരെ ശക്തമായിട്ടുള്ള ധാർഷ്ട്യം നിറഞ്ഞിരിക്കുന്ന ഒരു സമീപനമൊക്കെ ഉണ്ട്. അപ്പൊ അതിനെയെല്ലാം വെറുത്തത് കൊണ്ടാണ് ആൾക്കാർ ഒരു മൂന്നാമത് മതി എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊരു ബെറ്റർ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വളർന്നു വരാനായിട്ടുള്ള ഒരു സാധ്യത AADMKക്ക് നല്ല കുട്ടിയായിട്ട് വരാനായിട്ട്, അല്ലെങ്കിൽ BJPക്ക് സ്വന്തം നിലയ്ക്ക് വളരാനും ഒക്കെയുള്ള ഒരു സാധ്യത കൂടി ഇനി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ടാകുന്ന സമയത്താണ് സാധാരണ തെക്കേ ഇന്ത്യയിലടക്കം BJP വളർന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു സാധ്യത ഒരുപക്ഷെ BJPക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ മണ്ണ് ഇപ്പോൾ ദ്രാവിഡ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാനിതിൽ കാണുന്നത്.